മാറിക്കോ വിമാനം വരുന്നുണ്ട്, മാറിക്കോ. മിനിക്കുട്ടി വേണമെങ്കിൽ മാറിക്കോ, എത്ര എയർവേസാ വരുന്നത്. നല്ല രസം. ബിച്ചു ഞങ്ങൾക്ക് കൂടെ താ കളിക്കാൻ. നീ ഇപ്പൊ കൊറേ നേരമായല്ലോ. അതൊന്നും പറ്റില്ല, ഇത് എന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുതന്ന വിമാനോ, ഞാൻ ആർക്കും കൊടുക്കില്ല. ഇത് ചീത്താക്കും. ഞാൻ അപ്പളേ പറഞ്ഞതല്ലേ മിനിക്കുട്ടി ഞാനിത് തരില്ലാന്ന്. പിന്നെ എന്തിനാ നീ ചോദിക്കുന്നേ? മുതലാളിയുടെ പെങ്ങടെ മോനല്ലേ? അതെ, മുതലാളിക്ക് അങ്ങനെ തന്നെ വേണം. മിനിക്കുട്ടിക്ക് ഒന്ന് കളിക്കാൻ കൊടുക്കുമ്പോ അവള് കൊച്ചല്ലേ. ഇതങ്ങനെ ഞാൻ ആർക്കും തരില്ല, ഇത് എന്റെയാ. ഇനി ഇത് ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ഞാൻ ഇതും കൊണ്ട് വേറെ എവിടെയെങ്കിലും പോയി കളിക്കാം. ഇവളുമാരെ പാടോടെ തോന്നും ഇവരുടെ അച്ഛനാണ് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്തേന്ന്. ആ പറമ്പിലെങ്ങാൻ പോയി പറപ്പിക്കാം. നീ വരുന്നുണ്ടോടാ പാർക്കറേ? അത്ര പോസാണെങ്കിൽ നീ കൊടുക്കണ്ട, ഞാൻ എന്റെ ചേട്ടനോട് പറഞ്ഞ് വാങ്ങിപ്പിച്ചോളാം. മോളെ നീ കരയണ്ട, ഇങ്ങ് പോര്. അവൻ കുറുമ്പനാ, അവനത് തരില്ല. എനിക്ക് കളിക്കാനൊന്നുമില്ല, എനിക്ക് വേണം വിമാനം. കരയണ്ട മോളെ, നീ പോന്ന്. അച്ഛൻ വരുമ്പോ ഞാൻ മേടിച്ചു തരാൻ പറയാം. നീ പാർക്കർ ചേട്ടന്റെ കൂടെ കളിച്ചോ. നമുക്ക് വട്ടം നേരം കളിച്ചാലോ. നല്ല രസം. എടാ പാർക്കർ, നീ ഇവിടെ നിക്കണം, ഇവളിട്ട് കളിക്കാതെ നമുക്ക് ആ പറമ്പിൽ പോയി വിമാനം പറപ്പിച്ച് കളിക്കാം. എന്റെ വിമാനം നോക്കി നീ ഇവിടെ നിക്കണ്ട മിനിക്കുട്ടി, ഞാൻ തരില്ല. വാ പാർക്കറെ, നീ എന്റെ വിമാനത്തിൽ തുറന്നു മാറങ്ങോട്ട് മണിക്കുട്ടി. ഓ ഞാൻ തള്ളിയിട്ടൊന്നല്ല, അവിടെ താനേ വീണതാ. മണിക്കുട്ടി എനിക്ക് ഇത് ഭയങ്കര പ്രശ്നമാവോലോ. കരുണഞ്ചിറ്റപ്പം വരുമ്പോ ഞാൻ എന്ത് പറയൂ? മണിക്കുട്ടി എഴുന്നേക്ക്, ഈ വിമാനം നീ കുറച്ചേരം എടുത്തോ. മണിക്കുട്ടി ഇത് വേണമെങ്കിൽ എടുത്തോന്നേ. എന്റെ മോളെ തള്ളിയിട്ടിട്ട് നിന്റെ കളിപ്പാട്ട് ഇനി ഇവിടെ ആർക്കും വേണ്ട. അങ്ങേര് വരുന്നുണ്ട്. മോളെ മിനിക്കുട്ടി, ഇവിടെ ആരും ഇല്ലേ? ഇതൊക്കെ ഒന്ന് ഇറക്കി വെക്കാനായിട്ട്. ഇവിടെ ഉണ്ടായിരുന്നാളിയാ. ബിച്ചു നീ ഉണ്ടായിരുന്നോ? ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെക്കുക. കോയമ്പത്തൂരിൽ ലാഭത്തിന് കിട്ടിയപ്പോ വാങ്ങിയതാ. മോളെ മിനിക്കുട്ടി ഓടി വാ, നിനക്ക് അച്ഛൻ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നത് നോക്കിയേ. ഇത് കൊറേ സാധനങ്ങളുണ്ടല്ലോ. ഇത് എവിടുന്ന് കിട്ടി? ഇവിടെ ഒരാൾ ഒരു എയ്റോപ്ലെയിനും വെച്ച് കൊറേ നേരമായി ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞാനിവരോട് കളിച്ചോളാൻ പറഞ്ഞതാ ചിറ്റപ്പ, ഇവർക്ക് ഇത് ഇഷ്ടല്ലാണ്. ഇതിനകത്ത് കാറുണ്ടോ? പിന്നെ അല്ലാതെ, ഇതില് കാറുണ്ട്, റോബോട്ട് ഉണ്ട്, ബാറ്റ്മാൻ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ തരില്ല. അതെന്താ തരാത്തെ? നിന്റെ എയ്റോപ്ലെയിൻ ഒന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു പോസ്? അത് പിന്നെ ഇതൊന്നും അച്ഛൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാ, നിങ്ങൾ ഉപയോഗിച്ച് ചീത്താകാ, അതോടെ ഞാൻ അങ്ങനെ പറഞ്ഞേ. മനുഷ്യ എന്താ ബിച്ചുവിനൊന്നും കൊടുക്കണ്ട. അവൻ നമ്മുടെ മോൾക്ക് ആ പ്ലെയിൻ ഒന്ന് കളിക്കാൻ ചോദിച്ചിട്ട് കൊടുത്തില്ല. എന്റെ മോൾക്ക് കളിപ്പാട്ടം കൊടുത്തില്ലെന്ന് ഗോപൂടിയാ. ഇങ്ങനെ ചെവി കേൾക്കില്ല. എടാ നിന്നെ നീ എന്താണ് കളിപ്പാട്ടം എന്റെ മോൾക്ക് കൊടുക്കാത്തെ? എന്നോടാ ചോദിക്കുക. അത് പിന്നെ ചിറ്റപ്പ അതൊന്നുമില്ല, അങ്ങോട്ട് മാറി. ഇതൊക്കെ ഞാൻ എടുത്തു വെക്കട്ടെ. അങ്ങ് മാറി നിക്ക്. ഇവളും വീണോ? തുടർന്നവരൊക്കെ വീഴല്ലോ. എന്താണ് അമ്മാളു, നീ വീണ് കളിക്കണ? അല്ലടാ, വീണ് വായിക്കുവാ. എന്തേ? ശരി. നേരത്തെ മിനിക്കുട്ടിനെ തള്ളിയിട്ടത് കൂടി പറഞ്ഞു കൊടുക്കാന്നാലേ ചിറ്റപ്പന് മനസ്സിലാവുക ബിച്ചു ആരാണെന്ന്. അത് ശരിയാ ചിറ്റപ്പ, അത് നേരത്തെ മിനിക്കുട്ടിയെ തള്ളിയിട്ടു. ഇതൊക്കെ ഞാൻ തുറന്ന് എല്ലാം ഞാൻ എടുത്തു വെച്ചോണ്ട് നീ ഒന്നും തൊടാൻ വരണ്ട. എന്റെ മോളെ തള്ളിയിട്ടോ? മാറി നിൽക്കണം അങ്ങോട്ട്. ഞാൻ റിവേഴ്സ് എടുക്കാം മോളെ. മോളങ്ങോട്ട് ഒതുങ്ങി നിന്നോ.
ഈ കളിപ്പാട്ടത്തിൽ ഇങ്ങനെ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ സൂപ്പാക്കും, നോക്കിക്കോ. ആ എനിക്കൊന്നും വേണ്ട, ഞാൻ എടുത്തോളാം. എന്തോരം കളിപ്പാട്ടങ്ങളാ ചിറ്റപ്പ. ഇത് മൊത്തം നിങ്ങൾ കളിച്ച് തീർക്കുന്ന എങ്ങനെയാ? ഞാനും കൂടി കൂടാം. ഈ 2 കാറ് എനിക്ക് തരോ? വേണ്ട, നീ നിന്റെ എയറോപ്ലെയിനും പിടിച്ച് അവിടെ മിണ്ടാതിരുന്നോ. ഇത് മൊത്തം ഞങ്ങൾ കഴിച്ചു തീർക്കുക എന്ത് വേണേലും ചെയ്തോളാം. ഓ ആയിക്കോട്ടെ, എന്നാ പിന്നെ കാണാലോ. കാണാനൊന്നുമില്ല, ഇത് മൊത്തം എന്റെ അച്ഛൻ കോയമ്പത്തൂരിൽ നിന്ന് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നതാ. ഇത് ഞങ്ങൾ മൊത്തം കഴിച്ചു തീർത്തോളാം. ഓ ശരിയാ, എന്റെ മോള് കളിച്ചിട്ട് നീ കളിച്ചാ മതിയടാ. മോളെ ആവശ്യമുള്ളത് എടുത്തിട്ട് കൊടുത്താ മതി കേട്ടോ. ആ ശരി അച്ഛാ. അമ്മാളി ചേച്ചിക്കും റൂബി ചേച്ചിക്ക് മാത്രം കൊടുക്കുള്ളൂ ഞാൻ. അപ്പൊ എനിക്കില്ലേ? ഇല്ല. എന്താ? നീ കുറുമ്പനാ. ആ കൊരങ്ങിനെങ്കിലും എനിക്ക് താ. തരില്ല എന്ന് പറഞ്ഞ തരില്ല. നീ ബൊമ്മനെങ്കിലും എനിക്ക് താ. ഇല്ല. ഒരു കാര്യം ചെയ്യ്, ഈ പാവക്കുട്ടി ഞാൻ എടുത്തോളാം. വേണ്ട, ഈ കുരങ്ങിന്റെ പോലെയുള്ള ബൊമ്മ നീ എടുത്തോ. നിന്റെ പോലെ തന്നെയുണ്ട്. എന്റെ പോലെയോ? ഓ നിന്റെ പോലെ തന്നെയുണ്ട്. ഈ പരുന്തിനെ എടുക്കാൻ വേണ്ടേ? എനിക്ക്. അമ്മാളി ചേച്ചിക്ക് വേണോ? അമ്മാളൂനോ? എനിക്ക് വേണ്ട. ആ റൂബി ചേച്ചി എടുത്തോ. റൂബിക്കോ? എനിക്ക് താ. എനിക്കൊന്നുമില്ലേ? നീ ഒക്ടോപ്പസിന് എടുത്തോ. എനിക്ക് ഒക്ടോപ്പസിന് വേണ്ട. ഒക്ടോപ്പസ് അല്ല, ഒക്ടോപ്പസ്. നല്ലതാടാ, വറുത്ത് തിന്നാം. ദേ പാർക്കറെ, നിനക്കൊരു മാതാവിന്റെ പ്രതിമന് കിട്ടിയിട്ടുണ്ടെന്ന്, നീ എടുത്തോ. താങ്ക് യു. ഇനിയുള്ളത് ബാറ്റ്മാനാ. ഇതിനെ ആർക്കാ വേണ്ടത്? ബാറ്റ്മാനും സൂപ്പർമാനൊക്കെ ബോയ്സിന്റെ ടോയാ. ഇത് ഇങ്ങ് താ. ഇവിടെ വേറെ ബോയ്സ് ഉണ്ട്, ഞങ്ങൾ അവർക്ക് കൊടുത്തോളാം കേട്ടോ. എനിക്കപ്പോ ഒന്നുമില്ലേ മാമ, ഇത് കണ്ടോ? ഇങ്ങ് താ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അച്ഛനെ ഗൾഫിലോട്ട് വിളിച്ച് വേറൊരു ബാറ്റ്മാനെ കൊണ്ടുവരാൻ പറ. ഇനിയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എനിക്കാ, ഇനി വേറെ ആർക്കും ഇല്ല. എനിക്കൊന്നും കിട്ടിയില്ല. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട. ഈ റോബോട്ടും ഈ മരവും ഈ ആട്ടിൻകുട്ടിയും ബൊമ്മയൊക്കെ ഞാൻ എടുക്കും. എന്നാ പിന്നെ മോതിരെങ്കിലും എനിക്ക് തരോ? മോതിരം എന്തിനാ നിനക്ക്? ചിറ്റപ്പ ഒന്ന് പറയപ്പ. നീ എന്റെ മോളെ തള്ളിയിട്ടില്ലേ? മോളെ, ഈ ആവശ്യമുള്ള കളിപ്പാട്ടം എടുത്തോ. അച്ഛൻ ഇനിയും കോയമ്പത്തൂർ പോയി വേറെ കൊണ്ടുതരാം. ഇവന് ഞാൻ ഒരെണ്ണം കൊടുക്കില്ല. അതെ, നന്നായി പോയി. ഇവൻ എന്തൊരു ഷോ ആയിരുന്നു ഇവിടെ കിടന്ന്. ഓ ഞാൻ മാത്രമാണ് ഇപ്പൊ ഷോ കാണിച്ചത്. അതെ, എനിക്ക് എന്തെങ്കിലും തരോ? നീ പേടിക്കണ്ട, നിനക്ക് ഞാൻ തരാം. ഈ ഒരു കാര്യം ചെയ്യും, ഈ 2 കാറ് നീ എടുത്തോ. പിന്നെ ഒരു കാര്യം സൂക്ഷിക്കണം, കാറാണ്, ശ്രദ്ധിച്ച് ഓടിക്കണം. പിന്നീട് ശ്രദ്ധിച്ചോടിക്കാൻ ഹൈവേ കൂടെ അല്ലേ ഓടിക്കുന്നേ? ഇവിടെ പുല്ലിലിട്ട് ഓടിക്കാൻ എന്തിനാ മാമ ശ്രദ്ധിക്കുന്നത്? ബിച്ച് എടുത്തോണ്ട് പോവാതെ ശ്രദ്ധിക്കണമെന്ന് അച്ഛൻ ഉദ്ദേശിച്ചത്. അത് ശ്രദ്ധിക്കട്ടെ. ഓ സുഗുണോ, ഇപ്പൊ എന്തായി? നിനക്ക് അങ്ങനെ തന്നെ വേണം. ഒരു സ്പിന്നർ കൂടി ഉണ്ടല്ലോ, അതാർക്കാ വേണ്ടത്? കുറച്ച് സാധനങ്ങൾ കൂടി ഉണ്ട് പങ്കുവെക്കാനായിട്ട്. എനിക്കൊന്നും കൊണ്ടുവന്നില്ലേ കരുണ? അജയാത്തേക്ക് ഞാൻ സ്പെഷ്യൽ കത്രിക കൊണ്ടുവന്നിട്ടുണ്ട്. ആ നോക്കിയേ, ഇതോട്ട് ഒരു വെട്ടുവെട്ടിയ 2 വെട്ടുവെട്ടിയ പോലെ. ആ അത് കൊള്ളാം, എനിക്ക് മീൻ വെട്ടാൻ ഉപയോഗിക്കാം. ആ ഇപ്പൊ എല്ലാവർക്കും ആവശ്യത്തിനുള്ള കളിപ്പാട്ടങ്ങളായിട്ടുണ്ട്. ബിച്ച് മാത്രം എയറോപ്ലെയിൻ പിടിച്ചിരിക്കുക, പാവം. നീ വേണമെങ്കിൽ എന്റെ ഒരു കാർ എടുത്തോടാ. വേണ്ട, എനിക്ക് എയറോപ്ലെയിൻ തന്നെ ധാരാളം. ഇത് നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ, എനിക്ക് എയറോപ്ലെയിൻ ഉണ്ട് ഇപ്പോഴും. നിന്റെ എയറോപ്ലെയിനും കെട്ടിപ്പിടിച്ച് നീ അവിടെ ഇരുന്നോ. ഇത്രയും കളിപ്പാട്ടങ്ങളുടെ മുന്നിൽ നീ ഒരു കളിപ്പാട്ടം കൊണ്ട് എന്ത് ചെയ്യാൻ പോയാ? ഇത് നോക്കി, എന്തോരം കളിപ്പാട്ടങ്ങളാ. ബൊമ്മക്കുട്ടി, മാതാവ്, റോബോട്ട്, ആട്ടുംകുട്ടി, പരുന്ത്. സൂപ്പർ. എന്റെ എയറോപ്ലെയിൻ തന്നെയാ നല്ലത്, ചുമന്ന കളറായ എയറോപ്ലെയിൻ. ഓ നിന്റെ ഒരു ചുമന്ന എയറോപ്ലെയിൻ നിങ്ങൾക്ക് ആർക്കും ഇല്ലല്ലോ, അതിന്റെ കുശുമ്പ. നീ ആ പ്ലെയിനിൽ കയറി നാട് വിട്ടോ, അതാ നല്ലത്. ഓ